കുട്ടികൾ തന്നെ ചിലപ്പോൾ ഉയർന്ന ചിന്താഗതിയുള്ളവരും നമ്മളോട് എന്താ പറയുക ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ ഉണ്ടാവും നമ്മളെ ചെറുതും എന്തവും എന്താ പറയുക ഒരമ്മ വെച്ച മക്കളായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും നിങ്ങളെ പോലെ തന്നെ എല്ലാ കുട്ടികളെയും ഉൾച്ചേർക്കുന്നതിനാവശ്യമായ അനുരൂപീകരണം ടീച്ചിങ് ഇളം ചുണ്ടുകൾക്ക് സ്വയം മറന്നു പാടാൻ മുളന്തണ്ടിൻ മധുവൂറും സ്വരം കൊടുത്തു. ആൻസർ നോക്കി ആരെങ്കിലും ശരിയാണോ നോക്കിയോ? ശരിയല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം സമത്വത്തെയും തുല്യതയും പരിപോഷിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ താഴ്ന്ന പ്രായത്തിലുള്ള കുട്ടികൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് എന്തൊക്കെയോ ഐഡിയകൾ ഒത്തുചേർന്നതാണ് വിദ്യാഭ്യാസം എന്നതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന് മനസ്സിലായത്. നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വിശേഷതകളെ അംഗീകരിച്ചു, കുട്ടിയുടെ താല്പര്യം, അഭിരുചി, കാഴ്ചപ്പാട് എന്നിവ കേന്ദ്രീകരിച്ചു അവയുമായി ഒത്തുപോകുന്നതും അനുഭവങ്ങളുടെ കുട്ടി നിർമ്മിക്കുന്ന അറിവിന് പ്രാധാന്യം നമ്മുടെ കണക്കുകൾ അല്ലെങ്കിൽ ഗണിത പഠനം കുറച്ചും കൂടെ ഉല്ലാസപരമായിട്ടും കുട്ടികൾക്ക് അതൊരു ഭയം ഇല്ലാണ്ട് അവർക്ക് ഗണിതം പേടി സ്വപ്നം ഇല്ലാണ്ട് മാറേണ്ടതുണ്ട്. അത് ഈ ഒന്നിന്റെ അതേ തുടർച്ചയാണ്. രണ്ടിന് 6ാം ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനെ ഇത് മാത്രമേ വേണ്ടുള്ളൂ. വേറൊന്നും പറയാനുള്ളത് ഈ സൗണ്ടിന്റെ ഒരു വശം മാത്രമാണ്. അതൊരു കല്ലുകടയായിട്ട് അനുഭവപ്പെട്ടത് നമ്മുടെ സയൻസിന്റെയും മാത്സിന്റെയും. ഇന്ന് നമ്മളെ ആദ്യത്തെ ദിവസമാണ്. വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വരും ദിവസം